പാർലമെന്റ് സമ്മേളനം തീരാൻ ഇനി ഒരു ദിവസം മാത്രം. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏത് വിഷയത്തിലും ചർച്ചയാകാമെന്ന് അമിത്ഷാ. പ്രതികരണം പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട്. 17ാം ദിവസവും പ്രതിപക്ഷ പ്രതിഷേധം. ഇന്നും ഇരു സഭകളും തടസ്സപ്പെട്ടു. വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ഉത്തരവിട്ടത് അമിത്ഷാ എങ്കിൽ രാജിവെക്കണമെന്ന് രാഹുൽ ഗാന്ധി. ജോൺ ബ്രിട്ടാസിനെതിരായ BJP MPയുടെ ലുങ്കിവാല വിളിയെ ചൊല്ലി രാജ്യസഭയിൽ പ്രതിഷേധം. അവകാശ ലംഘന നോട്ടീസ് നൽകി. ലുങ്കിവാല പ്രയോഗം നടത്തിയത് സുഷ്മിതാ ദേവ്. ഇരുവരുടെയും ഭാഗങ്ങൾ ചേംബറിലെത്തി അവതരിപ്പിക്കാൻ അവസരം നൽകി സഭാധ്യക്ഷൻ. മത്സ്യത്തൊഴിലാളി വിഷയത്തിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മരണക്കണക്ക് വച്ചുള്ള താരതമ്യം ഹൃദയശൂന്യത. മഴ തീർന്നിട്ടും ദുരിതം ബാക്കി. ആരും നിരാലംബരാകരുത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയെന്നും പ്രതിപക്ഷ നേതാവ്. കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്തെന്ന് തിരുവനന്തപുരം കളക്ടർ. 300 മണിക്കൂർ വിവിധ സേനാ വിഭാഗങ്ങൾ തെരച്ചിൽ നടത്തി. ഷിജിന്റെയും ജോണിന്റെയും കുടുംബത്തിന് പരമാവധി നഷ്ടപരിഹാരത്തുക നൽകും. തെരച്ചിൽ സംബന്ധിച്ച തുടർ തീരുമാനം ഉടൻ. ജില്ലാ ഭരണകൂടം സമയോചിതമായി ഇടപെട്ടെന്നും അനുകുമാരി IAS. KB ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങൾക്ക് കടന്നാക്രമണമല്ലാതെ മയപ്പെട്ട് സുകുമാരൻ നായരുടെ മറുപടി. തന്റെ ഭാഗത്ത് വീഴ്ചയില്ല. അഴിമതി ഉണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ. NSS സ്ഥാപനങ്ങളിൽ അനധികൃതമായി ആർക്കും ജോലി നൽകിയിട്ടില്ലെന്നും ജനറൽ സെക്രട്ടറി. അകത്താക്കിയതിന് പിന്നാലെ അർജുൻ ആയങ്കിയെ സകല വഴിക്കും വരിഞ്ഞുകെട്ടി പോലീസ്. മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. ആഭ്യന്തരമന്ത്രിക്കെതിരായ പോസ്റ്റിട്ട ഫോണെന്ന് സംശയം. ഫോൺ കണ്ടെടുത്തത് അഭിഭാഷകയുടെ ഫീഡിനടുത്തു നിന്നും. ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ കുരുക്കിൽ. സാമ്പത്തിക തട്ടിപ്പാരോപിച്ച് സഹതാരം ലക്ഷ്മി 8 ലക്ഷം രൂപ പറ്റിച്ചു. സുഹൃത്തിന്റെ 45 ലക്ഷവും തട്ടിയെടുത്തു. BJPയെ സാമ്പത്തിക നേട്ടത്തിനായി റോബിൻ ഉപയോഗിക്കുന്നുവെന്നും പരാതി. പണം വാങ്ങിയതിന് തെളിവായി വീഡിയോകളും പുറത്ത്. മെസ്സി വിവാദത്തിൽ അടിമുടി ദുരൂഹതയെന്ന് കായിക മന്ത്രി. മുൻമന്ത്രി അബ്ദുൾ റഹ്മാന്റെ നീക്കങ്ങൾ സംശയകരം. സ്വകാര്യ വ്യക്തിക്ക് അദ്ദേഹത്തിന് ലാഭമുണ്ടാക്കാൻ സൗകര്യമൊരുക്കിയതിന് ശേഷം സർക്കാരിന് ചില്ലിക്കാശ് നഷ്ടമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സർക്കാർ പാലിക്കേണ്ടതായ കുറേയേറെ കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ചില കാര്യങ്ങൾ മാത്രമേ തനിക്കറിയുള്ളൂ എന്ന് മുൻ മുഖ്യമന്ത്രി. ആ കാര്യത്തിൽ അന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലക്ക് ശ്രീ അബ്ദുറഹ്മാൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും അടങ്ങിയിട്ടില്ല. വരണമെന്ന് പൊതുവിൽ നാട് ആഗ്രഹിച്ചിരുന്നു. വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷെ അവർക്ക് അവരുടേതായ കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ചത്. മുൻ സർക്കാരിന് വ്യക്തത ഉണ്ടായിരുന്നെന്ന് സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് കരാറിൽ ഏർപ്പെട്ടതെന്നും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD. പിതൃക്കൾക്ക് ബലിയിട്ട് ആയിരങ്ങൾ. കർക്കിടക വാവു ബലിക്ക് ക്ഷേത്രങ്ങളിലേക്കും സ്ഥാനഘട്ടങ്ങളിലേക്കും വിശ്വാസി പ്രവാഹം. തർപ്പണ ചടങ്ങുകൾ തുടങ്ങിയത് പുലർച്ചെ 2:30-ഓടെ. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ നിന്നും വനപാലകർക്ക് അത്ഭുതകരമായ രക്ഷപ്പെടൽ. ആന ഓടിച്ചത് രാവിലെ 6 മണിയോടെ. കലിപൂണ്ട ആനയ്ക്ക് മുന്നിൽപ്പെട്ടത് ബീറ്റ് ഓഫീസർ സച്ചിനും വാച്ചർമാരായ രാജനും മണികണ്ഠനും. തിരുവനന്തപുരത്ത് ചിലയിടങ്ങളിൽ നാളെ വെള്ളം മുടങ്ങും. നിയന്ത്രണം പ്ലാന്റുകളിലെ വാൽവുകളുടെ അറ്റകുറ്റപ്പണി കാരണം. പേരൂർക്കട ഒബ്സർവേറ്ററി, ഐരാണിമുട്ടം ടാങ്കുകളിൽ നിന്നുള്ള വിതരണം തടസ്സപ്പെടും. ജലവിതരണം പുനഃസ്ഥാപിക്കുക മറ്റന്നാൾ ഉച്ചയ്ക്ക്. വിശാല കൊച്ചി വികസന അതോറിറ്റി തലപ്പത്തേക്ക് പോര്. കെ ബാബുവും ഡൊമിനിക് പ്രസന്റേഷനും പ്രഥമ പരിഗണനയിൽ.
KP മുഹമ്മദ് കുട്ടിയും ജോഷി പള്ളനും മത്സരരംഗത്ത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ മനസ്സ് കെ ബാബുവിന് അനുകൂലം. ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. മണ്ഡലങ്ങളുടെ എണ്ണം 543 നിലനിർത്തണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ 33% സ്ത്രീ സംവരണം നടപ്പാക്കണം. സ്ത്രീ സംവരണം ഇളവല്ല, സാമൂഹ്യ നീതിയാണെന്നും വിജയ്.